ഈ വീഡിയോയിൽ നമ്മൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിൽ പല വിഷയങ്ങളും ഇന്ത്യക്കുള്ളിൽ തകൃതിയായിട്ട് പ്രൊപ്പഗൻഡ ന്യൂസുകൾ കുറേ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ഈ വീഡിയോയിലോട്ട് എന്താണ് കമ്മിങ് അപ്ഡേറ്റ്സ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു പോവാം. അപ്പോൾ അതിൽ ഇന്ത്യയുടെ റഫേൽ ഫൈറ്റർ ജെറ്റുകൾ 5 എണ്ണം 7 എണ്ണം 3 എണ്ണം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് തട്ടി വിടുകയാണ്. അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് ചൈനയിൽ നിന്നും വന്ന പ്രൊപ്പഗൻഡ വീഡിയോ ആണ്. കാരണം ഇന്ത്യ J-70 എന്ന് പറഞ്ഞ ചൈനീസ് മെയ്ഡ് ഫൈറ്റർ ജെറ്റിനെ അടിച്ച് നിലം പരിശാക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചൈനയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ചൈനയ്ക്ക് ആഫ്രിക്കൻ മേഖലയിൽ J-70 ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രാക്റ്റുകളുണ്ട്. ഇതെല്ലാം തന്നെ ക്യാൻസലാവും. ഇതിനെ പേടിച്ചിട്ട് ചൈനയാണ് ഈ ഒരു പ്രൊപ്പഗൻഡ അടിച്ചങ്ങ് പുറത്തിറക്കുന്നത്. അവരറിയാവുന്ന പോലെ അവർ പല രീതിയിലുള്ള ഫാക്ട് ചെക്കിംഗ് വീഡിയോകൾ ഇതേപോലെ ഇറക്കിക്കൊണ്ടേയിരിക്കും. ഇതിലൊന്നും ഇന്ത്യക്കാർ ഇതൊക്കെ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിനകത്തൊരു കാര്യം കൂടെ അവസാനം പറയാം. ഒരു യുദ്ധം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റിനെ ആരും അങ്ങ് അറ്റാക്ക് ചെയ്ത് വീഴ്ത്താൻ കഴിയില്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. ഇത്തവണ നടത്തിയ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ അത് സംഭവിച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ പലരും പറയുന്നുണ്ട് റഫേൽ ഫൈറ്റർ ജെറ്റ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ പോയില്ല. ഇല്ലല്ല, ഉറപ്പായിട്ടും ഇന്റർനാഷണൽ ബോർഡർ ബ്രീച്ച് ചെയ്ത് നമ്മൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പോയി. 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ പോയി, നമ്മൾ ബോംബ് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഒരു തീവ്രവാദികളുടെ ആ ഒരു ആസ്ഥാനത്ത് തന്നെ നമ്മൾ ബോംബ് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത്. ഹാമർ ബോംബ്സ് ആണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്ത്യ വീഡിയോ സഹിതം പുറത്തു വിട്ടിട്ടുണ്ട്. ഈ നാണക്കേട് മറച്ചു വെക്കാനാണ് കുറേ പഴയ എന്നോ പൊട്ടി വീണ മിഗിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അവർ പഴയ ആർക്കൈവിൽ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് പുതിയ പ്രൊപ്പഗൻഡ വീഡിയോ പടച്ചു വിട്ടിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ. അതിലുപരിയായിട്ട് വേറെ ഒന്നുമില്ല. ഇന്ത്യയുടെ വിമാനങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പാർട്സുകൾ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓയിൽ ടാങ്ക് ഡ്രോപ്പ് ചെയ്ത് ആ ഒരു ഓയിൽ ടാങ്ക്സിന് മാത്രമായിരിക്കും അവർ കാണിക്കുന്നത്. വേറെ ഒന്നും തന്നെ അവർക്ക് കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് നമ്മൾ എത്രയും ഫാസ്റ്റായിട്ട് ടെറിട്ടറി വിടാൻ വേണ്ടിയിട്ട് എല്ലാ യുദ്ധവിമാനങ്ങളും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഓയിൽ ടാങ്കർ ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളത്. ആ പ്രവൃത്തി തന്നെയാണ് നമ്മൾ ചെയ്തിട്ട് വന്നത്. അതിലുപരിയായിട്ട് ഒരു ചെറിയ തരി പോലും ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റിൻ്റെ ഒരു തുമ്പോ ഒന്നും തന്നെ അവർക്ക് ഒരു മീഡിയാസിലായാലും ശരി ഒരു ഇന്റർനാഷണൽ കമ്മിറ്റിയുടെ മുമ്പിലും പ്രദർശിപ്പിക്കാൻ ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. F-16 എടുത്തുകൊണ്ട് വന്ന് പിന്നെ റഫേൽ ഫൈറ്റർ ജെറ്റിൻ്റെ പുറവശത്ത് നിന്ന് അറ്റാക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ തമാശ വേറെ എവിടെയും കേൾക്കാനില്ല എന്നുള്ളതാണ്. ഈ റഫേൽ ഫൈറ്റർ ജെറ്റിൻ്റെ പ്രത്യേകത തന്നെ റഡാർ ജാമിംഗ് സിസ്റ്റം ഉള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു രീതിയിലുള്ള ഡൗട്ടും വേണ്ട. റഫേൽ ഫൈറ്റർ ജെറ്റ് നമ്മൾ ഒഫൻസീവായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ല, നമ്മൾ ഒരിക്കലും ഡിഫെൻസീവായിട്ട് റഫാൽ ഉപയോഗിക്കത്തില്ല. അതിനൊക്കെ നമുക്ക് വേറെയും കാറ്റഗറിയിൽ ഫൈറ്റർ ജെറ്റുകളുണ്ട്. മിഗ് ഉണ്ട്, സുക്കോയ് ഉണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുന്നതല്ലോ. പിന്നെ ഒരു ബ്ലണ്ടർ എനിക്ക് ഇതിനകത്ത് തുറന്നു പറയാനുള്ളത്, തുർക്കിക്ക് കിട്ടിയ S-400 നൈസിന് തുർക്കി പാകിസ്ഥാന് കൊടുത്തു എന്നുള്ള ഒരു തള്ള്. ഇങ്ങനെയൊക്കെ തള്ളാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യം ഒന്ന് ഡീകോഡ് ചെയ്തേക്കാം. ഒരു രാജ്യത്തിൽ നിന്നും ഒരു എയർ ഡിഫൻസ് സിസ്റ്റം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വിറ്റ രാജ്യം അതിനകത്ത് കൺസെൻറ്റ് അറിയിക്കണം. വിൽക്കുമ്പോഴേ അതിനകത്ത് വിൽപ്പന കരാറിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വേറെ ആർക്കും കൈമാറരുതെന്ന് പറഞ്ഞിട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും അയൺ ഡോം മേടിക്കുന്നതെന്ന് വെച്ചോ. ഇസ്രായേൽ നമുക്കത് അയൺ ഡോം തരികയാണ്. ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്, ഇല്ലാന്നില്ല. അപ്പോൾ നമ്മൾ ഇറാനിന് അത് വിറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതേ കോമഡിയാണ് ഇപ്പോൾ ഇവിടെ പല ചാനലുകളിലും ഇരുന്ന് ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ ചില പ്രത്യേക ആൾക്കാർ ഇരുന്ന് തള്ളുന്നത്. എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇരുന്ന് തള്ളി വിടുകയാണ് ഇങ്ങനെ. പാകിസ്ഥാനിന് തുർക്കി S-400 കൊടുത്തെന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലത്തെ കോമഡികളൊക്കെ ചിലപ്പോൾ റെയറായിട്ട് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുർക്കിക്ക് വേണമെങ്കിൽ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം സ്വമേധയാ ഉണ്ടാക്കി പാകിസ്ഥാന് കൊടുക്കാം. അല്ലാതെ ഒരിക്കലും റഷ്യയുടെ നിന്ന് മേടിച്ച S-400 പാകിസ്ഥാന് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പാകിസ്ഥാൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഇന്ത്യക്ക് S-400 റഷ്യ തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് റഷ്യ അംഗീകരിക്കുന്ന പരിപാടിയല്ല. അങ്ങനെ ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല. ചുമ്മാ എന്ത് ബ്ലണ്ടറും എല്ലാവരും വിശ്വസിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിവിടുന്നത് അത്ര നല്ല പരിപാടിയല്ല. അതിൻ്റെ പേര് ഓവർ കോൺഫിഡൻസ് എന്നാണ്. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം അറ്റാക്ക്, ആ അറ്റാക്കിൽ 7 ഫൈറ്റർ ജെറ്റ് അല്ല 10 ഫൈറ്റർ ജെറ്റ് പൊട്ടിത്തെറിച്ച് അവിടെ വീണാലും എനിക്കൊരു പുല്ലുമില്ല. അങ്ങനെ നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പകരം വീട്ടി ഇന്ന് 13 28 28 മൃതശരീരങ്ങൾ അവിടെ അടുക്കി നിരത്തി വെച്ചിട്ട്, തീവ്രവാദികളുടെ മൃതശരീരങ്ങൾ അടുക്കി നിരത്തി വെച്ചിട്ട് പാകിസ്ഥാന്റെ പട്ടാളക്കാർ അതിന്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് ഇന്ന് കണ്ടത്. ആ ഒറ്റ വിഷ്വൽ മതി ഓരോ ഇന്ത്യക്കാരനും പഹൽഗാമിന്റെ മറുപടി ആയി കഴിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. 10 ഫൈറ്റർ ജെറ്റ് പൊട്ടി വീണാലും എനിക്കൊരു കുഴപ്പമില്ല.
നമ്മൾ മറുപടി കൊടുത്തിരിക്കുകയാണ്, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഫൈറ്റർ ജെറ്റ് എന്നുള്ളത് ഒരു മെറ്റീരിയലിസ്റ്റിക് ഐറ്റമാണ്. അത് പോയെങ്കിൽ പോട്ടെ, അത് പോയിട്ടില്ല, അതൊരു ഫേക്ക് ന്യൂസ് ആണ്. പക്ഷെ അഥവാ പോയെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. 10 ഫൈറ്റർ ജെറ്റ് അല്ലേ, മേടിക്കാന്നേ ഉള്ളൂ. പാകിസ്ഥാൻ ഇതിനകത്ത് ഒരു റിഗ്രറ്റും ഇല്ല. പാകിസ്ഥാൻ കംപ്ലീറ്റ്ലി ഫേക്ക് നറേറ്റീവാണ്. പൂഞ്ച് രജൌരി സെക്ടറിൽ നല്ല രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏതാണ്ട് ഇന്ത്യക്കാർക്ക് 10-15 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് 26 പേരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പഹൽഗാമിൽ. അതിലുപരിയായിട്ട് 15 പേരുടെ ജീവൻ വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പാകിസ്ഥാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. പാകിസ്ഥാൻ വീണ്ടും പഞ്ചാബ് സെക്ടറിൽ പുതിയ പ്രഖ്യാപനങ്ങൾ, അതായത് 10-ാം തീയതി വരെ അവിടുത്തെ സ്കൂൾ കോളേജ് എല്ലാം തന്നെ ലീവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അവധി, പൊതു അവധി. അതിന് കാരണം വേറെ ഒന്നുമില്ല, അവർ ആക്രമണം തുടരുമെന്ന് തന്നെയാണ്. അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇന്ത്യ ആണെങ്കിൽ 9-ാം തീയതി വരെ പഞ്ചാബ് മേഖലയിൽ, ഈ ഞാൻ കാണിക്കുന്ന ഒരു മാപ്പിൽ കാണിക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെ നോ ഫ്ലൈ സോൺ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ വളരെ ബുദ്ധിപരമായിട്ട് തന്നെ ഈ നീക്കങ്ങളൊക്കെ കാണുന്നത്, നിരീക്ഷിക്കുന്നത്. പിന്നെ ഇന്ന് നടത്തിയ സിന്ദൂർ ഓപ്പറേഷൻ, സിന്ദൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിന്ദൂർ എന്ന് പറഞ്ഞാൽ ലേഡീസ് നെറ്റിയിൽ വെക്കുന്ന കുങ്കുമം, അതാണ് സിന്ദൂർ എന്ന് പറയുന്നത്. ഈ സിന്ദൂർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്പറേഷന് പേര് വെച്ചത് തന്നെ, അതായത് പഹൽഗാമിൽ ഒരു ആക്രമണം നടത്തിയപ്പോഴത്തേക്കും ഭർത്താവിനെ വധിച്ചിട്ടിട്ട് ഭാര്യയെടുത്ത് പറഞ്ഞതാണ് തീവ്രവാദി മെസ്സേജ്. എന്തുകൊണ്ടാണ് നീ എന്നെ വധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് തീവ്രവാദി പറഞ്ഞ മറുപടി മോദിയുടെ അടുത്ത് പോയി പറ എന്നാണ്. അപ്പം അതുകൊണ്ടാണ് ആ പെണ്ണുങ്ങളുടെ ശക്തിയെ വെച്ച് തന്നെ പാകിസ്ഥാന് മറുപടി കൊടുക്കണം എന്നുള്ള നിലയിൽ തീവ്രവാദികൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഈ ഒരു ലേഡീസിനെ വെച്ച് തന്നെ കൊടുത്തത്. 2 ലേഡീസ്, അതിലൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ലേഡിയാണ്, വളരെ ശക്തയാണ്. ഇന്നത്തെ ഒഫീഷ്യൽ ബ്രീഫിങ്ങിൽ വിക്രം മിസ്രി ഉൾപ്പെടെ സഫിയ ഖുറേഷി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി, സഫിയ ഖുറേഷി, ഇവരും വിക്രം മിസ്രിയും കൂടെ ചേർന്നിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തിയത്. അമേരിക്കയിൽ പോലും നടക്കില്ല ഈ രീതിയിലുള്ള പത്രസമ്മേളനം, അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള പത്രസമ്മേളനമാണ് നടത്തിയത്. അവർ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയുണ്ടായി. പിന്നെ ഇതേപോലെ ഫേക്ക് ന്യൂസ് പടച്ചുവിടുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോഫിയ ഖുറേഷി, അതേപോലെ വയോമിക, ഇവർ 2 പേരുമാണ്. വയോമിക ഫ്രം എയർഫോഴ്സ്, ഇന്ത്യൻ ആർമിയിൽ നിന്നാണ് സോഫിയ ഖുറേഷി. ഇവർ 2 പേരും സീനിയർ ഉദ്യോഗസ്ഥരാണ്. ഇവർ തന്നെയാണ് ഇത് ലീഡ് ചെയ്ത് നടത്തി സക്സസ്ഫുൾ ആക്കിയത്. നമ്മൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. മിനിമം 150 മുതൽ 180 തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് നിഗമനം. അമേരിക്ക പോലും ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ കൃത്യമായി വീഡിയോ പകർത്തില്ല. കഴിഞ്ഞ തവണ നമ്മൾ ബലാക്കോട്ടിൽ ചെയ്ത സമയത്ത് വീഡിയോ കിട്ടിയില്ല, പ്രൂഫ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ അതിന് ഒരു ആൻസർ കൊടുക്കുന്ന രീതിയിലാണ് ഇത്തവണത്തെ ആക്രമണത്തിൽ കൃത്യമായിട്ടുള്ള ഫുട്ടേജ് ഷൂട്ട് ചെയ്ത് എയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ വലുതായിട്ട് വെപ്പൺസ് ഒന്നും കൂടുതലായിട്ട് ഉപയോഗിച്ചില്ല. നമ്മൾ ഉപയോഗിച്ചത് സ്കാൽപ്പ് കാറ്റഗറിയിൽപ്പെട്ട ഫ്രാൻസ് മെയ്ഡ് 250 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലാണ് നമ്മൾ ഉപയോഗിച്ചത്, നമ്പർ 1. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് ഈ ഹാമർ ബോംബിങ്സ്, അതാണ് ഫൈറ്റർ ജെറ്റ് ഡയറക്റ്റ് ആയിട്ട് ബോർഡർ ബ്രീച്ച് ചെയ്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റഫാലൊക്കെ ഉപയോഗിച്ചത്. ഇത് ഹാമറാണ്, ഹാമർ കാറ്റഗറിയിൽ വരുന്നത്. അതിലുപരിയായിട്ട് നമ്മൾ അമിക്കാസ് ഡ്രോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അമിക്കാസ് ഡ്രോൺ ചിലപ്പോൾ ഒരു 5-6 എണ്ണമൊക്കെ അടിച്ച് വീഴ്ത്തപ്പെട്ടിട്ടുണ്ട്. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ഒരു ഫൈറ്റർ ജെറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊതിഞ്ഞു മൂടി വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു തന്നെ പറ്റൂ. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതങ്ങനെ പൊതിഞ്ഞു മൂടി വെക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊക്കെ J-17 മാർക്കറ്റ് ഇടിയാൻ പോകുന്നതിനുള്ള അങ്കലായ്പിൽ വരുന്ന ഫേക്ക് നറേറ്റീവ്സ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പല പത്രങ്ങളുടെയും റിലയബിലിറ്റിയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് എടുത്തു പറയുന്നുണ്ട്. CNN, BBC, ന്യൂയോർക്ക് ടൈംസ്, അതേപോലെ വാഷിങ്ടൺ പോസ്റ്റ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇവരെല്ലാവരും ഇന്ത്യ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ടാണോ? ഇന്ത്യ ബോർഡർ ബ്രീച്ച് ചെയ്ത് പോയി ബോംബ് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണോ പോയി ബോംബ് ഡ്രോപ്പ് ചെയ്തത്? ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ വാർത്തകൾ കിട്ടിയത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെയല്ലേ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തന്നെയല്ലേ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫേക്ക് നറേറ്റീവ്സ് ആണ് ആദ്യം വളരെ ബ്ലണ്ടറായിട്ട് തന്നെ എയർ ചെയ്യപ്പെട്ടത്. അത് വായിച്ചെടുത്തിട്ട് പല പത്രങ്ങളും അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ചടപടേന്നങ്ങ് പ്രിന്റ് മീഡിയ അടിച്ചിറക്കുകയാണ് ചെയ്തത്. ആ യഥാർത്ഥ ട്രൂത്ത് ഇന്ത്യൻ പ്രസ് മീറ്റ് നടക്കുന്നത് വരെ ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വളരെ സേഫ് ആയിട്ട് തന്നെ റിട്ടേൺ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ ഖത്താർ മീഡിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ആക്രമണം കഴിഞ്ഞ പാടെ ഖത്താർ വന്നിട്ട് നിങ്ങൾ കുറച്ച് സംയമനം പാലിക്കണം, ഇനി ഫർദർ ആക്രമണത്തിന് പോകാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അതിനുള്ള മറുപടി കൊടുത്തിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി ബോൾ ഉള്ളത് പാകിസ്ഥാന്റെ കോർട്ടിലാണ്. അവർക്ക് തീരുമാനിക്കാം. അവർക്ക് ഇതിനെ ഒഫൻസീവായിട്ട് എടുത്തുകൊണ്ട് അവർക്ക് റിറ്റാലിയേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതും പാകിസ്ഥാൻ ഇന്ത്യയെ ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിലുള്ള അറ്റാക്ക്. പാകിസ്ഥാന്റെ ഉള്ളിൽ വന്ന് സിവിലിയനെ വധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. സിവിലിയനെ ആരും വധിച്ചിട്ടില്ല. ഇനി പാകിസ്ഥാനികൾ ആരെയും വധിച്ചിട്ട് ഇന്ത്യയുടെ തലയിൽ വെക്കാതിരുന്നാൽ മതി. ആ സ്വഭാവം അവർ കാണിക്കും, അത് ഉറപ്പാണ്. അവർ UNSCയിൽ വന്നിട്ട് ഉയർത്തിയ വാദത്തിൽ അവർ പറഞ്ഞത് ഞങ്ങളുടെ മോസ്കുകൾ നിങ്ങൾ തകർത്തു എന്നാണ്. ഇന്ത്യ അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് അവിടെ സബ്മിറ്റ് ചെയ്തു. അതായത് നിങ്ങൾ പറഞ്ഞ മോസ്ക് അല്ല, അത് തീവ്രവാദികളുടെ പഠന കേന്ദ്രമാണ്.
അവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാരായിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ ജയിലിൽ ഇപ്പോൾ കിടപ്പുണ്ട്. അതിലൊരുത്തനാണ് റാണ, ഇതിനൊരുത്തൻ അജ്മൽ കസബ്, അവനെ നമ്മൾ തൂക്കി കൊന്നിട്ടുണ്ട് ഓൾറെഡി. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ പല എവിഡൻസുകളും ഇന്ത്യയുടെ കയ്യിലുണ്ട്, അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകളും ഇന്ത്യയുടെ പക്കലുണ്ട്. ഇവരൊക്കെ ഏത് മദ്രസകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണെന്നുള്ള തെളിവ് ഇന്ത്യയുടെ പക്കൽ വളരെ വ്യക്തമായിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ 3 ഇമ്പോർട്ടൻറ്റ് തീവ്രവാദികൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മുസ്ലിർ എന്ന് പറഞ്ഞൊരു വ്യക്തി, പിന്നെ ഒന്ന് വക്കാസ്, മൂന്നാമത് അബ്ദുൽ മാലിക്. 3 തീവ്രവാദികൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. മസൂദ് അസർ എന്ന് പറഞ്ഞ ആ ഒരു തീവ്രവാദിയുടെ എൻറ്റയർ ഫാമിലി തന്നെ പോയി എന്നാണ് പറയുന്നത്. ആ രീതിയിലാണ് ആക്രമണം. മസൂദ് അസർ അവിടെ ഇല്ലായിരുന്നു, അവിടെ ആളുണ്ടായിരുന്നെങ്കിൽ അയാളും കൂടെ തീർന്നേനെ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ഒരു വിജയം. കാരണം ഇന്ത്യക്കുള്ളിൽ ഒരു മോബ് ഡ്രില്ലൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ മോബ് ഡ്രില്ലല്ലേ നടക്കുന്നത് ഇന്ത്യക്കുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്നെന്തായാലും ആക്രമണം നടക്കില്ല എന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പാകിസ്ഥാൻ അപ്പാടെ തെറ്റി. ഇന്ത്യ വളരെ കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് പ്ലാൻ ചെയ്താണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയത്. പിന്നെ ഏതെങ്കിലും തീവ്രവാദികളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അതേപോലെ തന്നെ പഹൽഗാം അറ്റാക്കിൽ ഇനി ആർക്കെങ്കിലും വീഡിയോസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ, പ്രൈവറ്റ് വീഡിയോ എടുത്ത ടൂറിസ്റ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് NIA-യുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് NIA അവരുടെ നമ്പർ പുറത്തിറക്കിയിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ, വാട്സപ്പോ അല്ലെങ്കിൽ കോൾ വിളി നിങ്ങൾക്ക് ആ മെസ്സേജ് പാസ് ചെയ്യാവുന്നതാണ്. അവർ പറഞ്ഞിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ കൊടുത്തേക്കാം, 9654958816. ഇത് NIA-യുടെ നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മിസ്ഇൻഫർമേഷൻസ്, ഇതേപോലെ ഫേക്ക് നറേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് മെസ്സേജ് അയച്ച് വിട്ടാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. സിന്ദൂർ 2.0 വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. അത് യഥാർത്ഥത്തിൽ ലാഹോർ അതേപോലെ തന്നെ കറാച്ചി, ഈ 2 മേഖലയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ത്യ ഓൾറെഡി തന്നെ സ്കെച്ച് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യ ഇപ്പം നടത്തിയ ഒരു സ്ട്രൈക്കിന് പാകിസ്ഥാൻ റിറ്റാലിയേറ്റ് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ നെക്സ്റ്റ് ടാർഗറ്റ് സിന്ദൂർ ഓപ്പറേഷൻ 2.0, അത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ലാഹോർ അതേപോലെ കറാച്ചി, 2 സ്ഥലങ്ങളാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാകിസ്ഥാൻ റിറ്റാലിയേറ്റ് ചെയ്യും, 2-3 സൂചനകൾ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അവരും 7 to 9th നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത്. പ്രത്യേകിച്ച് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാന്റെ ഭാഗത്തൊക്കെ അവർ നോ ഫ്ലൈ സോൺ ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 2 പഞ്ചാബ് മേഖലയിലുള്ള സ്കൂൾ, കോളേജ്, മറ്റുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ഷട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്പർ 2. നമ്പർ 3, ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ മേഖലയിൽ മെഡിക്കൽ സെന്ററുകൾ, അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ അവർ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അതായത് റെഡി കണ്ടീഷൻ ആ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്, അലേർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്, വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാൻ തിരിച്ചടിക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ്. കാരണം ഷഹബാസ് ഷെരീഫ് ഇന്ന് തന്നെ പ്രഖ്യാപിച്ചായിരുന്നു, അവരുടെ പാർലമെന്റിൽ പറഞ്ഞത്, അതായത് കംപ്ലീറ്റ് ചുമതല ആർമിക്ക് കൈമാറുകയാണ്. അവർ ഇന്ത്യക്ക് തിരിച്ചടി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചുമതല ആർമിക്ക്, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആർമി തീരുമാനിക്കുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും റിറ്റാലിയേറ്റ് ചെയ്യും. കാരണം അവരുടെ അഭിമാന പ്രശ്നമാണ്. തീർച്ചയായിട്ടും അവർ റിറ്റാലിയേറ്റ് ചെയ്യും. ഇന്ത്യ അത് കരുതി തന്നെയാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ സുഖോയ് വിമാനങ്ങൾ കൃത്യമായി റെഡി പൊസിഷനിലാണ് നിൽക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലൊരു പ്രകോപനപരമായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള കടന്നുകയറ്റം ഉണ്ടായാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും, അത് ഉറപ്പാണ്. വി ആർ റെഡി ഫോർ ദാറ്റ്. നമ്മൾ പലപ്പോഴും ഈ ഒരു ബാവൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബാവൽപൂരിൽ കൃത്യമായ ആക്രമണം നടക്കും, നടക്കാതെ പറ്റത്തില്ല. കാരണം തീവ്രവാദികളുടെ സങ്കേതമാണ് അവിടെ. ആ ബാവൽപൂരിൽ നിന്ന് 13 മൃതശരീരങ്ങളാണ് നിരത്തി വെച്ച് ഈ ആർമി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഈ തീവ്രവാദികളെല്ലാം തന്നെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട വിഷയം. ഇവിടെയൊക്കെ നമ്മൾ ആ 26 പേര്, നമ്മളുടെ ഇന്ത്യൻ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാർ, പല ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, വളരെ വിലപ്പെട്ട ജീവനുകളാണ് 26 ജീവൻ പഹൽഗാമിൽ പൊലിഞ്ഞത്. അതും പോയിന്റ് ബ്ലാങ്കിൽ. അതിന് പകരമാകുമോ ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാം തീവ്രവാദികളാണ്. പെർഫോമൻസ് ആണ് ഇന്ത്യ കാഴ്ചവെച്ചത്. വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് കൊടുത്തത്. അപ്പോൾ എന്തായാലും അവസാനമായിട്ട് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി ഇന്ത്യയിലേക്ക് വരികയാണ്. നാളെ ഇന്ത്യയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു പക്ഷേ ഈ കുറച്ച് അഗ്രസീവ്നെസ് പ്ലേ ചെയ്തേക്കാം. കാരണം ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ വരുന്നത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അതായത് ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇന്ത്യ പറയാൻ പോകുന്നത്, അതായത് പാകിസ്ഥാൻ ഇതോടെ അടങ്ങുന്നെങ്കിൽ നമ്മൾ ഓക്കെയാണ്. ഇനി പാകിസ്ഥാൻ തിരിച്ചിങ്ങോട്ട് കയറി വരുന്നെങ്കിൽ പാകിസ്ഥാൻ അവർ അടങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവർ അഗ്രസീവായിട്ടുള്ള നിലയിലാണ് മുന്നോട്ട് പോകുന്നത്, അതാണ് അവർക്ക് താല്പര്യമെങ്കിൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല, ഞങ്ങൾ തിരിച്ചടിക്കും. ഈ രീതിയിലായിരിക്കും ഇന്ത്യ അബ്ബാസ് അരക്ചിക്ക് ഉത്തരം കൊടുക്കാൻ പോകുന്നത്. അബ്ബാസ് അരക്ചി പറയും, പാകിസ്ഥാൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പറയാമെന്ന് പറയുമായിരിക്കും. അല്ലാതെ ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഇത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് അബ്ബാസ് അരക്ചി ഈ സമയത്ത് ഇവിടെ വരുന്നത്. അല്ലാതെ ഇമീഡിയറ്റ് ആയിട്ട് ഇത് പ്ലാൻ ചെയ്തതല്ല. ഇത് ഷെഡ്യൂൾഡ് പ്രോഗ്രാമാണ്.
അപ്പോൾ അതിനോടൊപ്പം ഈ ഒരു വിഷയം ഇപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ അതും കൂടെ ചർച്ച ചെയ്ത് പോകാം എന്നാണ് അബ്ബാസ് അരക്ചി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫേക്ക് നറേറ്റീവ്സ് ഒന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ ഒരു ഫൈറ്റർ ജെറ്റും ആരും അറ്റാക്ക് ചെയ്തിട്ടിട്ടില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് ഇത് പറയുകയാണ്. ഇത് ഒരാൾക്ക് മാത്രമല്ല മിലിറ്ററിയിലും എല്ലാ സ്ഥലത്തും ബന്ധങ്ങളൊക്കെ ഉള്ളത്, പലർക്കുമുണ്ട്. ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് അങ്ങനെ ഹൈഡ് ചെയ്ത് കളിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. ഇവിടെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഇരിപ്പുണ്ട്, അവരൊക്കെ കുത്തിപ്പൊക്കി ഇതൊക്കെ വെളിയിലെടുക്കും. അതുകൊണ്ട് ഇതൊന്നും അത്ര എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളല്ല. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റിനെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വാർത്ത ഇന്ത്യയുടെ മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ തന്നെ ഉണ്ടായിരിക്കും. ഇത് നാൾ വരെ അങ്ങനെയാണ്. ഇവിടെ എല്ലാവരും അങ്ങനെ ഒരു നാഷണൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ. ഇവിടെ പല പാർട്ടികളാണ്. ഇന്ത്യ ഡെമോക്രാറ്റിക് ആണ്, വൈബ്രന്റ് ആണ്. അങ്ങനെ ആർക്കും അങ്ങനെ ഒളിച്ചു വെക്കാനൊന്നും കഴിയില്ല. അത് ഇന്ത്യക്കുള്ളിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.